என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான இயேசு என்னுயிரோடு கலந்தே என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான இயேசு என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே நான் உம்மை துதிப்பேன் உலகமெல்லாம் மறக்குதையா உணர்வு எல்லாம் இனிக்குதையா உலகமெல்லாம் மறக்குதையா உணர்வு எல்லாம் இனிக்குதையா உன்னாமம் துதிக்கையிலே ஏசையா உன் அன்பு ருசிக்கையிலே உன் நாமம் துதிக்கையிலே ஏசையா உன் அன்பு ருசிக்கையிலே என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான இயேசு என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே நான் உம்மை துதிப்பேன் உன் வசனம் உணர்வாகும் உடலுக்கெல்லாம் மருந்தாகும் உன் வசனம் உணர்வாகும் உடலுக்கெல்லாம் மருந்தாகும் என்னுயிரான இயேசு என்னுயிரோடு கலந்தே என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே நான் உம்மை துதிப்பேன்
വളരെ പഴയതും വളരെ പ്രശസ്തവുമായ ഒരു തമിഴ് ഗാനമാണ് എന്നുയിരാണ് എന്നേശു. എന്നുയിരോട് നീ കലർന്നേ, എന്നുയിരേ ഞാൻ ഉന്നെ സ്തുതിപ്പേ. എൻ്റെ ജീവനാണ് എൻ്റെ യേശു, എൻ്റെ ജീവനിൽ നീ വന്നു, എൻ്റെ ജീവനായവനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ശരിക്കും കർത്താവിനെ അങ്ങനെ സ്നേഹിക്കാൻ, അങ്ങനെ സ്തുതിക്കാൻ ശരിക്കും കഴിയുന്നത് ജീവിതത്തിൽ ദൈവം അതുപോലെ പ്രവർത്തിച്ച വ്യക്തികൾക്ക് മാത്രമാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ നടന്ന ഒരു സംഭവമുണ്ട്. ലൂക്കോസ് 7:42 വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ ഇവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു, എന്നാൽ അവരിൽ ആരവനെ അധികം സ്നേഹിക്കും. 43 ശീമോൻ പറയുന്നു, അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് നീ വിധിച്ചത് ശരി തന്നെ, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. 47 ആ സംഭവത്തിലേക്ക് വരികയാണ്. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു, അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു, അധികം മോചിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം കാണുമ്പോൾ അറിയാം നിങ്ങളെ എത്രയധികം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി കുറവുണ്ടായിരുന്നോ? ഒത്തിരി കുഴപ്പങ്ങളായിരുന്നോ? മനുഷ്യരോ ഒരുപക്ഷെ അത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയാൻ പോലും പറ്റാത്ത, ആരോടും ഇൻഫോം ചെയ്യാൻ പോലും കഴിയാത്ത, ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നോ? ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാപ്പിൽ നിങ്ങൾ പെട്ടവരാണോ? അതിൽ നിന്നൊക്കെയാണോ കർത്താവ് നിങ്ങളെ വിടുവിച്ചത്? ഉറപ്പായിട്ടും നിങ്ങൾ ശക്തമായി കർത്താവിനെ സ്നേഹിക്കുന്ന ആളായിരിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, എൻ്റെ യേശു എന്നെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ, ആ പാപത്തിൽ നിന്ന് എൻ്റെ കർത്താവിനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, ആ ബന്ധനത്തിൽ നിന്ന് കർത്താവിനെ പുറത്തെടുത്തില്ലായിരുന്നെങ്കിൽ, ആ രോഗം സൗഖ്യമാക്കിയില്ലായിരുന്നെങ്കിൽ, ആ ഇത്രയും വലിയ തിന്മകളും പാപങ്ങളും നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ യേശുവിൻ്റെ രക്തം എന്നെ കഴുകി അവൻ എന്നെ സ്വന്തമാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമി കാണുകയില്ലായിരുന്നു, ഈ നന്മകളൊന്നും ഞാൻ അനുഭവിക്കുകയില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ അറിവും ബോധ്യവും ഉറപ്പുള്ളവനാണ് കർത്താവിനെ അധികം സ്നേഹിക്കുന്നത്, അധിക കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. അല്പം ഇളച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കും, അധികം ഇളച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും. എൻ്റെ ഉയിരാണ് എൻ്റെ യേശു, എൻ്റെ ജീവനാണ് എൻ്റെ യേശു, എൻ്റെ ജീവനിൽ നീ വന്നു, എൻ്റെ ജീവനെ, എൻ്റെ കർത്താവേ, എൻ്റെ പ്രാണനെ, എൻ്റെ ശ്വാസമേ, എൻ്റെ സ്വന്തമേ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അങ്ങനെ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ അതുപോലെ കർത്താവിനോടുള്ളൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകുകയും അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുകയും ചെയ്ത വ്യക്തിയായിരിക്കും. എൻ്റെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, യേശു എന്ന് പറയുമ്പോൾ എനിക്കൊരു ആവേശമാണ്. യേശു എന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, പാടാൻ തുടങ്ങുമ്പോൾ, പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരെയും കൂട്ട് വായിക്കോട്ടും വിട്ട് ചുറ്റും നോക്കിയിരുന്ന് അലക്ഷ്യമായിട്ടിരുന്ന് എനിക്ക് പ്രസംഗം കേൾക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ പകുതി സമയം എഴുന്നേറ്റ് നിന്നാണ് മെസ്സേജ് കേൾക്കുന്നത്. അതുപോലെ പുള്ളിയുടെ അകത്ത് യേശു എന്ന് പറയുമ്പോൾ തന്നെ, ആരാധന എന്ന് പറയുമ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുമാണ് ആ വ്യക്തിയെ ദൈവം വിടുവിച്ചെടുത്തത്. അത് ദൈവത്തോടുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന്റെ ആഴമെന്ന് പറയുന്നത്, എൻ്റെ ജീവനാണ് എൻ്റെ യേശു, എൻ്റെ ജീവനെ ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവനാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ജീവനാണ് എൻ്റെ യേശു. കാരണം ഉലകമെല്ലാം എന്നെ മറന്നാലും, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും, ഹല്ലേലൂയ, ആ ഉണർവിനകത്ത് എന്നെ നിർത്തി, ആ ഉണർവിനെ എൻ്റെ പക്കലേൽപ്പിച്ച് എന്നെ അനുഗ്രഹിച്ചവൻ അവിടുന്നാണ് കർത്താവേ. ഈ വരികൾ നമുക്കും ദൈവസന്നിധിയിൽ ചേർന്ന് പാടാം, കർത്താവിനെ ആരാധിക്കാം. എൻ്റെ ജീവനാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ജീവനാണ് എൻ്റെ യേശു. என்னுயிரான இயேசு, என்னுயிரோடு கலந்தே, என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே நான் உம்மை துதிப்பேன்.